ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഗ്ലേഷ്യർ ഗെയിമിംഗ്. ഇന്ന് നമ്മൾ ചെറിയ ലോഡായിട്ട് ലണ്ടൻ ടു കാർഡിഫിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ വണ്ടി എടുത്ത് തുടങ്ങാം. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്, പെട്ടെന്ന് എത്തില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. നമുക്ക് വണ്ടിയിലൊക്കെ വന്നിട്ടുണ്ടോ നോക്കിയിട്ട് പതുക്കെ ലെഫ്റ്റ് അങ്ങനെ എടുക്കാം. സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെയാണ് പോകുന്നത്. വരാത്തതിന് ഈ ഏരിയ ഇച്ചിരി തിരക്കാം, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പതുക്കെ പോകാം. നമ്മൾ പതുക്കെ നമുക്ക് അങ്ങോട്ട് പോവാം. റെഡ് സിഗ്നൽ അടിച്ചു. നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം, ഗ്രീൻ ആവണ വരെ. ഇപ്പം തന്നെ ഗ്രീൻ അടിക്കുമായിരിക്കും. നമുക്ക് പോവാം. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ഒരു കുറച്ച് ഫ്രണ്ടിലേക്ക് കയറിയിട്ട് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ഇപ്പോൾ സമയം 12:02. നമ്മളിനി അവിടെ എപ്പോൾ എത്തുമ്പോൾ ദൈവത്തിനറിയാം. നല്ല തിരക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് വൈകും. വണ്ടിയിൽ പെട്രോളൊക്കെ ഫുള്ളാണ്, അതുകൊണ്ട് സീനില്ല. നമുക്ക് ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് പോകാം. എന്തായാലും അപ്പുറത്തെ സൈഡ് നല്ല തിരക്കാം, നമ്മുടെ സൈഡിൽ തിരക്കൊന്നുമില്ല. നമുക്കതുകൊണ്ട് പതുക്കെ ഇച്ചിരി കാല് കൊടുത്ത് അങ്ങോട്ട് പോകാം. എന്തായാലും നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലൊക്കെ ഉണ്ട്. മഴയായിരുന്നു ഇപ്പോൾ അടിച്ചേനെ. എന്താണാവോ നമ്മുടെ സൈഡിൽ തിരക്കൊന്നുമില്ലാത്ത, അപ്പുറത്തെ സൈഡിൽ നല്ല തിരക്കാണ്. നമുക്ക് വയ്യ വിട്ടടിച്ചങ്ങോട്ട് പോവാം. പിന്നെ എന്തായാലും ഇത് ലണ്ടൻ ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാണും. അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം. ഇപ്പോൾ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡ് കയറുന്നുണ്ട്. നമുക്ക് കാലുകൊടുത്ത് അങ്ങോട്ട് പോവാം. വലിയ തിരക്കൊന്നുമില്ലല്ലോ. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ചെറിയൊരു റോഡാണ്. ഇനി നമ്മളൊരു വലിയൊരു ഹൈവേട്ടാണ് കയറുന്നത്. നമുക്ക് ഇവിടുന്ന് ഇനി കത്തിച്ചങ്ങ് വിടാം. പോലീസൊക്കെ പോകണ്ട, നമുക്ക് പതുക്കെയൊക്കെ പോവാം. ഇല്ലെങ്കിൽ ഇനി അവർ പിടിച്ചില്ലാകുമ്പോൾ. അപ്പം നമുക്ക് ഇവിടുന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് എടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു ഹൈവേ ആയിട്ട് കയറണം. പിന്നെ നമുക്കൊന്നും നോക്കണ്ട, ഇവിടെ നിന്ന് കത്തിച്ചങ്ങ് വിടാം. അധികം കത്തിച്ച് വിട്ടാൽ വണ്ടി ആടി ഒലഞ്ഞ് പിടിച്ചു കൂട്ടി ഏതെങ്കിലും മൂലൊക്കെ കിടക്കും. അതുകൊണ്ട് നമുക്ക് കൈ നിൽക്കണ രീതിക്ക് എന്നാ പോക്കവനൊക്കെ. അപ്പം നമുക്ക് അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ 90-ലൊക്കെയാണ് പോകണം, അത് വേറൊരു കാര്യം. ഒരു
മഞ്ഞക്കാർ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കുക, പക്ഷെ നടക്കുന്നില്ലെന്നാണ്. ഇപ്പം ചെറുതായിട്ട് തിരക്കുമെന്ന് തുടങ്ങി. നമുക്ക് റൈറ്റ് ചാടാം, ഇല്ലേ ഞാൻ വണ്ടിയുടെ മൂട്ടി പിടിക്കും. അപ്പം നമുക്ക് കത്തിച്ച് തന്നെയാണ്. ഇപ്പം 130 പോണത്. നമുക്ക് കത്തിച്ച് തന്നെ വിടാം. വണ്ടി എവിടെയും മറയില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓ, റോഡ് പണി നടക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം കത്തിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഓടിത്തീർത്ത് എത്രയും പെട്ടെന്ന് അടുത്ത ലോഡ് എടുക്കാം. ഇപ്പോൾ ഇങ്ങോട്ട് ചെറുതായിട്ട് തിരക്കൊന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇച്ചിരി സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ മൂലൊക്കെ കൊണ്ടൊക്കെ തള്ളത്. ഇവിടുന്ന് ഇനി കാർഡിഫിലേക്ക് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. 184 കിലോമീറ്റർ, 2.5 മണിക്കൂർ ഏകദേശം അടുത്തുണ്ട്. നമുക്ക് എന്തായാലും കത്തിച്ച് തന്നെ വിടാം. വണ്ടിയിൽ ആവശ്യത്തിന് പെട്രോളും എല്ലാ സാധനവും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു ചെറിയ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ നിന്നൊരു റൈറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ വണ്ടിയും പോകുന്നുണ്ട്. നമുക്ക് പതുക്കെ സിഗ്നലിട്ട് പതുക്കെ അങ്ങോട്ട് തിരിക്കാം. ഇൻഡിക്കേറ്ററിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെയാണ്. നമുക്കിനി ഇവിടുന്ന് കുറച്ച് ദൂരം നേരെ തന്നെയാണ്. എന്തായാലും അപ്പുറ സൈഡിൽ നല്ല തിരക്കാം, നമ്മുടെ സൈഡിൽ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് സീനില്ല. നമുക്ക് പതുക്കെ അങ്ങോട്ട് പതുക്കിയോ കത്തിച്ചോ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പോവാം. ഈ പോലീസ് പിന്നെ ഈ ചെറിയ റോഡായ കാരണം നമുക്കങ്ങനെ അധികം കത്തിച്ച് പിടിച്ച് പോകാൻ പറ്റില്ല. ഫ്രണ്ടിൽ എന്തോ ഒരു ബ്ലോക്ക് കാണുന്നുണ്ട്, എന്താണാവും, നമുക്ക് നോക്കാം. ഫുള്ള് ട്രക്കാലോ, എന്താണാവും, നമുക്ക് വെയിറ്റ് ചെയ്യാം. വണ്ടിയൊന്നും അങ്ങോട്ട് അനങ്ങളില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം 2 മിനിറ്റ്. നമുക്ക് പതുക്കെ അങ്ങോട്ട് എടുത്തോണ്ട് പോയാലോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടിയൊന്നും വരുന്നില്ല. നമുക്ക് പതുക്കെ അങ്ങോട്ട് എടുത്തോണ്ട് പോവാം. നമുക്ക് പതുക്കെ അങ്ങോട്ട് എടുത്തോണ്ട്
തട്ടി. ഓ, ചെറുതായിട്ടൊന്ന് തട്ടി. അത് സാരമില്ല, നമുക്കെന്തായാലും എടുത്തുകൊണ്ടോ, നമുക്ക് ടൈം കളയാനില്ല. എന്താ, ഓ സെയിം ഒരു വണ്ടി ഇടിച്ച് കിടക്കുകയാണ്. നമുക്കുള്ള സൈഡിൽ ഒതുക്കി കൊടുക്കാം. അപ്പുറത്തവന്മാർ വേണമെങ്കിൽ കയറി പോട്ടെ. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവാം, ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഇപ്പം തന്നെ വരും. അപ്പോൾ നമുക്ക് വീണ്ടും കൂടെ സൈഡ് വെക്കാം. നമുക്ക് ഒതുക്കി ഇങ്ങോട്ട് പോവാം. ഇതെന്തത്, പോലീസ് കിടപ്പുണ്ടല്ലോ. എന്നാട്ടാ പറ്റിയത്? ഓ, ആ കാറെന്തോ തട്ടിയതെന്നാണ്. നമുക്ക് പോവാം. നമുക്കിനി അതൊന്നും മെയിൻ ചെയ്യണം. നമുക്ക് നമ്മുടെ ലോഡ് കൊണ്ട് ഇറക്കണം. നമുക്കിനിപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് വിട്ടടിച്ച് പോവാം. ഇതേ ഒരു സെയിം ട്രക്കാണ് അപ്പുറം ഇടിച്ച് കിടക്കുന്നത്. ചെല്ല് എന്താണോ, അപ്പുറ സൈഡ് നല്ല തിരക്കാണ്, നമ്മുടെ സൈഡ് വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. നമുക്ക് പതുക്കെ ഇങ്ങോട്ട് പാട്ടൊക്കെ പാടി ഇങ്ങോട്ട് പോവാം. ഇവിടുന്ന് ഇനി ഏതാണ്ട് ഉണ്ട് 123 കിലോമീറ്റർ, 2 മണിക്കൂർ അടുക്കുന്നുണ്ട്. നമുക്കെന്തായാലും വിട്ടു പോവാം. നമുക്ക് പെട്രോൾ അടിക്കണ്ട, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു കിടിലൻ ട്രക്കാണ് അവിടെ കിടക്കുന്നത്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് എടുക്കണം ഒരു ട്രക്ക് അതേപോലത്തെ. ജസ്റ്റ് മിസ്, ഇപ്പോൾ കൊണ്ട് കുത്തായിരുന്നു. നമുക്കിനി കത്തിച്ചു വിടാം. നമുക്ക് ടൈം കളയാനില്ല. എന്തായാലും സ്ഥലം കൊള്ളാം, നല്ല രസമുണ്ട്. കൊടുത്ത് അടിപൊളി. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും പറ്റിയില്ലെന്ന് വിചാരിക്കണം, നമ്മുടെ വണ്ടി തിരിഞ്ഞു പോയി. അപ്പോൾ നമുക്കിനി പതുക്കെ എടുത്തുകൊണ്ട് പോകാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ട്രെയിലർ ഭാഗ്യത്തിന് ഊരിപ്പോയിട്ടില്ല. വണ്ടിക്ക് കുഴപ്പമില്ല തോന്നുന്നു, റണ്ണിങ് കണ്ടീഷനാണ്. ചെറിയൊരു ഇടി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നിന്ന് നമുക്കിനി പതുക്കെ പോവാം, ഇല്ലെങ്കിൽ ഇനി ഒന്നോടെയും കൊണ്ട് ചാർത്തേണ്ട വരും. നമുക്ക് പതുക്കെ അങ്ങോട്ട് നോക്കിയും കണ്ടും പോവാൻ, ഇല്ലെങ്കിൽ ഇനി അവിടെ ലോഡെത്തില്ല. Sinner a píseň Reach Out hned potom taky staré časy kapely Iron Maiden. A co to dobře pamatovalo, tak píseň Iron Maiden i deska Iron Maiden je to, co jsme si teď zařadili z archivu do našich chybí. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. പതുക്കെ ചവിട്ടിയിട്ട് ലെഫ്റ്റ് എടുക്കാം. Tahleté kapely tak pravděpodobně dobře víte, kdo je Paul Di'Anno. Bohužel také víte, že Paul Di'Anno už nějaký čas není tady. എന്തായാലും അവൻ മാറുന്നില്ല, നമുക്ക് എടുത്തോണ്ട് അങ്ങോട്ട് പോവാം. ലെഫ്റ്റിലേക്ക് കാർഡിഫും റൈറ്റിലേക്ക് ലിവർപൂളുമാണ്. നമുക്ക് എന്തായാലും കാർഡിഫിലേക്കാണ് വന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് എടുത്ത്
നേരെ വിടാം. záznam jeho muziky, no a bylo to celé zkompletováno tak, aby to ഒരു സ്ഥലം കൊള്ളാം. സ്ഥലം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. prý snad úplně to poslední, co nám tady z muziky po Paulovi zůstalo. No do světa by to mělo jít už někdy na jaře roku 2026. Tak to už není dlouhé čekání, ale to je něco, na co by se fandové ഈ റോഡ് തിരക്കുറവാന്ന് തോന്നുന്നു, അറിയില്ല, നമുക്ക് നോക്കാം. měli zaměřit. Kdo má rád ženský mikrofonu, pravděpodobně zná kapelu Within Temptation a dobře ví, co... എന്നാ പോക്കാണ്, ജീവനോടെ സ്ഥലത്തെത്തിയാൽ മതിയെ. നമുക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ, ഇനി 89 കിലോമീറ്റർ. നമുക്കെന്നാ വിട്ടടിച്ചങ്ങോട്ട് പോവാം. ഇടിച്ചിടിച്ചിടിച്ചിടി, ഓ ഭാഗ്യം, നമ്മൾ ചവിട്ടിയിട്ട് കിട്ടി. ഇതേതവനാണ് പൊന്നു ചേട്ടാ, എടുത്തു മാറ്റിയേട്ടാ. കിണ്ടി ഇങ്ങനെ എന്ത് കാണിക്കാനാണ് റോങ് സൈഡ് ചെയ്ത് വന്നത്? എടുത്ത് മാറ്റർ ഒന്ന് പോയിട്ട് വെറുതെ ഉള്ളതാണ്. എന്താ പൊട്ടണോ? നമുക്കെന്തായാലും പതുക്കെ എടുത്തോണ്ട് പോവാം. നമുക്കെന്തായാലും നോക്കി ഇങ്ങനെ എടുത്തോണ്ട് പോവാം. ഇതൊക്കെ കാരണം ലൈസൻസ് തന്നത്. വണ്ടി ഓടിക്കാൻ അറിയില്ല പൊട്ടൻ. കാര്യം നമ്മൾ കുറച്ച് മുമ്പ് ഇടി കൊടുത്തുള്ളൂ, അത് വേറെ കാര്യം. നമുക്കെന്തായാലും എടുത്തോണ്ട് പോവാം. എന്തത്? അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് റിവേഴ്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ പതുക്കെ എടുത്തുകൊണ്ട് പോകാം. അണ്ണൻ്റെ ഇരിക്കുന്ന വോൾവേ ആലും ചെറുതായിട്ട് നമ്മളൊരു ഇടി കൊടുത്തിട്ടുണ്ട്. സാറില്ല, അണ്ണൻ ക്ഷമിക്കുമായിരിക്കും. അണ്ണാ സോറി അണ്ണാ. നമുക്ക് പതുക്കെ അവൻ എന്നിട്ട് മാറ്റി തന്നില്ല. ഇനിവേ നമുക്ക് പോവാം. എന്നാ ബ്ലോക്കാ. എൻ്റെ അമ്മേ, ഇത്ര വലിയ ബ്ലോക്കാ. കൂടുതലും ട്രക്കാണ്. ആ ട്രക്കും കാറും എല്ലാം ഉണ്ട്. ബസ് കുറവാണ്. 1-2 ആയിരിക്കും വല്ലതും കാണും, അറിയില്ല. നമുക്ക് നോക്കാം. ആദ്യത്തേടിയിൽ നമ്മുടെ വണ്ടിക്കൊന്നും പറ്റിയിട്ടെന്ന് തോന്നുന്നു. ഇതുവരെ വണ്ടി കുഴപ്പങ്ങളൊന്നും കാണിച്ചിട്ടില്ല, ചളക്കമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മുതലാളിയൊന്നും പറയില്ലായിരിക്കും. അടുത്തവൻ ഇവനൊക്കെ ആരാണാവോ ലൈസൻസ് കൊടുത്തത്? ഇനി ഇവരൊക്കെ എപ്പോൾ ഇനി റോഡ് കൊണ്ട് അങ്ങ് ചെല്ലുവാവും. തീർ ബ്ലോക്കാണ്. നമുക്കിനി ഇവിടെ നിന്നൊരു 1 അവർ ഉണ്ട്.
എന്തായാലും ഇന്ന് ആരാണോ കളി കണ്ടത്. കോപ്പ് നമുക്കിനി കത്തിച്ചങ്ങോട്ട് വിടാം. എന്തത്? ഉയ്യോ, അടിപൊളി. നമ്മുടെ അടുത്ത ഇടി, രണ്ടാമത്തെ ഇടി സെറ്റായിട്ടുണ്ട്. അതല്ല, സെറ്റ് ഇടിയായിരുന്നു. വണ്ടിക്ക് ചെറുതായിട്ട് എന്തൊക്കെയോ ഡാമേജസ് ഒക്കെ ഉണ്ട്. ചെറുതായിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പാഴത്തിന് ട്രെയിലർ ഊരിപ്പോയില്ല 2 ഇടിയിൽ. അത് തന്നെ ഭാഗ്യം. നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പരിക്കുണ്ട് രണ്ടാമത്തെ ഇടിയിൽ. വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. അത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ് തോന്നുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കിയത്. എന്തായാലും നമ്മുടെ സൈഡിൽ, നമ്മുടെ ഫ്രണ്ടിൽ വണ്ടികളൊന്നുമില്ല. നമ്മുടെ ബാക്കിൽ വണ്ടികളുണ്ടെന്ന് തോന്നുന്നു നല്ല രീതിക്ക്. അറിയില്ല. കുറച്ച് വണ്ടികളുണ്ട്. എന്നാലും നമ്മുടെ വണ്ടി ഒന്ന് തീവ്ര ലുക്കാണ്. ഇതുവരെ 2 ഇടിയിലും ചളക്കോ ഇതൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഭാഗ്യം. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ഏതാണ്ട് 50 മിനിറ്റും 48 കിലോമീറ്ററുള്ളൂ. നമുക്ക് കത്തിച്ച് പോകണ്ട, അതൊക്കെ പോയി വരാം. ഇപ്പം തന്നെ 2 ഇടിയായി. ചിലപ്പോൾ 3ാമത്തെ ഇടിയിലായിരിക്കും വണ്ടി നിന്ന് പോണത്. സോ നമുക്ക് ഒരു മിനിമം സ്പീഡിൽ അങ്ങോട്ട് പോവാം. നമുക്ക് പെട്രോളുണ്ട്, പകുതി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്രോൾ അടിക്കണ്ട. നമുക്ക് എന്തായാലും കത്തിച്ച് പിടിച്ചങ്ങ് പോവാം. ആ ട്രക്ക് കൊള്ളാം, നല്ല വെടിച്ചിൽ ട്രക്ക്. അതൊരു സ്ഥലം കൊള്ളാം, സീൻ സ്ഥലം. അടുത്തവൻ ഇവനൊക്കെ ആരാണാവോ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്. നമ്മളിപ്പോൾ 2 ഇടിയായി, അത് വേറൊരു കാര്യം. അപ്പം ആ കാറുകാരന് ഇടി കൊടുക്കാൻ. നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് നമുക്കൊരു പോക്കങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് ഒരു 1/2 മണിക്കൂറും കൂടെ ഉണ്ട്. 1/2 മണിക്കൂറും 30 കിലോമീറ്ററും. ഇവിടെ നിന്ന് കുറച്ച് നേരെയാണ്. ലെഫ്റ്റോ റൈറ്റോ ഒന്നുമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. കത്തിച്ചുവിടാം. ടൈം ഇച്ചിരി വൈകി തോന്നുന്നു. അത് നമ്മൾ 2 ആക്സിഡൻറ്റും അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. നമ്മുടെ കുറച്ച് സമയം കൂടെ പോയി. ഭാഗ്യം. ഇത് അടുത്തത് ഇവനൊക്കെ ഏതാ ഇവൻ? ഒരു ബോധം എന്നിട്ട് കൊണ്ട് മറ്റവൻ്റെ വണ്ടിക്കിട്ട് ഇടിക്കുന്നു. റോങ് സൈഡ് കയറുന്നു. നമുക്കൊരു ഇടി കൊടുത്താലോ ഗൈസ്? വേണം.
വേണ്ട ഒന്ന് എടുത്ത് മാറ്ററേ ഒന്ന് ഇങ്ങനെ പറയാം വള്ളികൾ അതൊക്കെ എന്തായാലും എടുത്തുകൊണ്ട് പോയി ഇനി അതാ വണ്ടിയിൽ ഇട്ടെ. ഓ വണ്ടി കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച അവിടെ മറന്നെന്നായിരിക്കും. ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയതൊക്കെ. എന്തായാലും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നല്ല തിരക്ക്. എന്താണെന്നറിയില്ല. അപ്പം നമ്മൾ ഏകദേശം സ്ഥലത്തെത്താറായിട്ടുണ്ട്. നമ്മൾ കാർഡിഫിൽ ഏകദേശം എത്തി. നമുക്കിനി ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ 6 മിനിറ്റേ ഉള്ളൂ. നമുക്കിനി ഇവിടെ നിന്ന് ലെഫ്റ്റാണ്, റെഡ് അടിച്ചു. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗ്രീൻ ആവുന്ന വരെ. ആയിക്കോളൂ, നമുക്ക് ഇതൊക്കെ എടുത്താലോ? വേണോ? ഇനി വേണ്ട, നോക്കാം. എന്ത് മാത്രമാണ് അടിക്കണമില്ല. എന്താണത് ഗ്രീനാകത്തത്? ഇനി നമുക്ക് എടുക്കാം. ഗ്രീനായിട്ടുണ്ട്. ഇവിടെ നിന്ന് പൊടിക്ക് ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മൾ റൈറ്റ് എടുക്കണം. ഇവിടെ എന്ത് നമ്മളെ വണ്ടി തന്നെ ലുക്കല്ലേ ഗൈസ്. പ്രായം കൊണ്ട് 2 ഇടിക്കും, ചളക്കമൊന്നും വന്നിട്ടില്ല. എന്താണിത്? നല്ല ലാഗാലോ. നമുക്കിനി ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. 3 മിനിറ്റ്. നമുക്ക് ഇവിടെ നിന്ന് ഹൈറ്റാണ്. കൊണ്ട കുത്തിയാനെ അവൻ. ഒന്ന് നിർത്തണേ, നമ്മളൊന്ന് പോട്ടെ. അതൊരു മാൻ്റെ ട്രക്കാണ്, കൊള്ളാം. പക്ഷെ ഒരു കളറ് എനിക്കിഷ്ടപ്പെട്ടില്ല, അത് വേറൊരു കാര്യം. നമുക്കിനിയൊരു പൊടിക്ക് ഫ്രണ്ടിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. നമുക്ക് വണ്ടിയൊന്നുമില്ല, അവിടെ എടുക്കാം. ഇനി ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ലെഫ്റ്റ് ദാ കാണുന്നതാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്ഥലം. അപ്പോൾ നമുക്ക് ലോഡ് കൂടെ ഇറക്കാം. അപ്പോൾ നമുക്ക് അപ്പുറമാണ് ലോഡ് ഇറക്കേണ്ടത്. നമുക്ക് ഇവിടെ ലോഡ് ഇറക്കണം.
അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം എനിക്ക് ഈ ഇടയ്ക്കാണ് ലൈസൻസ് കിട്ടിയത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഡ്രൈവാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കണ്ടിട്ട് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുതലൊന്നുമാണ്. മിക്കവാറും അവരോട് തന്നെ പറയേണ്ടി വരും. നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. ഇത് നമ്മളെക്കൊണ്ട് നടപടിയാവൂല. നമുക്കൊന്നുകൂടി റിവേഴ്സ് വെച്ച് പതുക്കെ ട്രൈ ചെയ്ത് നോക്കാം. ചെറുതായിട്ട് എന്തൊക്കെയോ ആവുന്നുണ്ട്. സെറ്റായി വരുന്നുണ്ട്. അതേ പോയി. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വണ്ടിയിലെ പെട്രോളൊക്കെ ഏകദേശം തീരാളങ്ങാണ്ട് ആയി. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലൊന്നാണ് തോന്നുന്നത്. അതേ കിടക്കുന്ന ചട്ടിയും കലോ. എന്തായാലും നമ്മളെക്കൊണ്ട് അത് നടക്കില്ല. അതുകൊണ്ട് നമ്മളത് അവരോട് ഇറക്കിക്കോളാൻ പറയാം. അപ്പോൾ ഗൈസ്, see you on next video. Bye bye.